നിങ്ങളിൽ ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവിന്റെ ബുദ്ധിയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് സാധാരണ റിഡിലുകളല്ല, ഒരു ഡിറ്റക്റ്റീവിന്റെ നിരീക്ഷണ ശക്തിയും ലോജിക്കും ടെസ്റ്റ് ചെയ്യുന്ന 15 മിസ്റ്ററി റിഡിലുകളാണ്. ഓരോ കേസും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ടാകൂ. ടൈം തീരുന്നതിന് മുൻപ് എത്ര കേസുകളുടെ രഹസ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നോക്കാം. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു വെച്ചോ. എങ്കിൽ ലെറ്റ്സ് ഗോ. ആദ്യത്തെ ചോദ്യം. 3 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ പരിശോധിച്ച ഡോക്ടർക്ക് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. അതിലൊരാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ആരാണ് ജീവനോടെ ഇല്ലാത്തത്? ടൈമർ തീരുന്നതിനു മുൻപ് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നടുവിൽ നിൽക്കുന്ന ആൺകുട്ടിയാണ് ജീവനോടെ ഇല്ലാത്തത്. നന്നായി നോക്കൂ, ബാക്കി രണ്ടുപേരുടെയും വായയിൽ നിന്ന് തണുപ്പുള്ള ആവി വരുന്നുണ്ട്. അതായത് അവർ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ വായയിൽ നിന്ന് അത് വരുന്നില്ല. അടുത്ത ചോദ്യം. ഒരു ആർട്ടിസ്റ്റ് ആർട്ട് ഷോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവന്റെ പെയിന്റിംഗ് ആരോ നശിപ്പിച്ചിരിക്കുന്നു. അവിടെ 3 പേരുണ്ടായിരുന്നു. ആരാണ് പെയിന്റിംഗ് നശിപ്പിച്ചത്? ഒരു ചെറിയ ക്ലൂ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? വലതുവശത്തുള്ള ആൺകുട്ടിയാണ് അത് ചെയ്തത്. അവന്റെ ഷൂസിലെ പെയിന്റിന്റെ കളറും തറയിൽ വീണ പെയിന്റിന്റെ കളറും സെയിമാണ്. അത് മാത്രമല്ല, അവനിലേക്ക് പോകുന്ന കാലടിപ്പാടുകളും തറയിൽ വ്യക്തമായി കാണാം. അടുത്ത ചലഞ്ച്. വസ്ത്രങ്ങൾ കഴുകിയ ശേഷം രണ്ടുപേർ അത് ഉണക്കുകയായിരുന്നു. പക്ഷേ അമ്മ വന്നപ്പോൾ കണ്ടത് ഞെട്ടിപ്പോയി. ആരാണ് ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കുന്നത്? ടൈം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്തുള്ള ആൺകുട്ടിയാണ് അത്. മറ്റേയാൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഡ്രസ്സ് ഉണക്കുന്നത് വിചിത്രമായി തോന്നാമെങ്കിലും യഥാർത്ഥ മണ്ടൻ ഇവനാണ്. കാരണം ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് അവൻ അത് അയൺ ചെയ്യുന്നത്. അടുത്ത ചലഞ്ച്. 2 പെൺകുട്ടികൾ തങ്ങൾക്ക് പൂച്ചയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ മുറികൾ പരിശോധിച്ചപ്പോൾ ഒരാളുടെ വാക്ക് മാത്രമാണ് സത്യമെന്ന് തെളിഞ്ഞത്. ആർക്കാണ് യഥാർത്ഥത്തിൽ പൂച്ചയുള്ളത്? വിചാരിക്കുന്നത്ര എളുപ്പമല്ല. ഇത് രണ്ടാമത്തെ പെൺകുട്ടിക്കാണ് യഥാർത്ഥത്തിൽ പൂച്ചയുള്ളത്. അവളുടെ റൂമിൽ പൂച്ചയുടെ ഫുഡ് ബൗളും നൈറ്റ് സ്റ്റാൻഡിന് പിന്നിൽ നിന്ന് പൂച്ചയുടെ വാലറ്റവും പുറത്തേക്ക് നിൽക്കുന്നത് കാണാം. അടുത്ത ചലഞ്ച്. മെട്രോ ട്രെയിനിൽ യാത്ര സാധാരണ പോലെ പോവുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു യാത്രക്കാരന് എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായത്. ആരാണ് മരിച്ചുപോയത്? ഈ മിസ്റ്ററി സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇടതുവശത്തിരിക്കുന്ന ആളാണ് മരിച്ചത്. അവന്റെ ചുറ്റും ഈച്ചകൾ പാറി നടക്കുന്നത് കണ്ടാൽ അറിയാം അവൻ മരിച്ചുപോയി എന്ന്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പോലീസ് വന്ന് വിമാനത്തിനുള്ളിൽ നിന്ന് ജയിൽ ചാടിപ്പോയ കള്ളനെ പിടികൂടി. പോലീസിന് അവനെ ഉടൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നടുവിലിരിക്കുന്ന ആളാണ് ആ കള്ളൻ. അവന്റെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുള്ള വിലങ്ങിന്റെ കഷ്ണം തൂങ്ങിക്കിടപ്പുണ്ട്. മിസ്റ്റർ, കുറച്ചുകൂടി നന്നായി ഒളിപ്പിക്കാമായിരുന്നു. അടുത്ത ചലഞ്ച്. പാർക്കിൽ നിന്നൊരു നായയെ കാണാതെ കിട്ടി. 3 പേർ അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ മാത്രമാണ് സത്യം പറഞ്ഞത്. ആരാണ് നായയുടെ യഥാർത്ഥ ഓണർ? ഇടതുവശത്തുള്ള അമ്മച്ചിയാണ് ആ പട്ടിയുടെ ഓണർ. കാരണം ആ ബാഗിലെ കീ ചെയിനും പട്ടിയുടെ കീ ചെയിനും സെയിം ആണ്. അടുത്ത ചലഞ്ച്. തിരക്കുള്ള കടയിൽ 2 ബാർബർമാർ വർക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ റൂം പരിശോധിച്ച മാനേജർ ഒരാളെ ഉടൻ തന്നെ തടഞ്ഞു. ആരാണ് ഡേഞ്ചറസ് ആയ ബാർബർ? 10 സെക്കൻഡ് സമയമുണ്ട്. വലതുവശത്തുള്ള ആളാണ് അവൻ.
ഇടതുവശത്തുള്ള ആൾ കത്തിയുമായി നിൽക്കുന്നത് പേടിപ്പെടുത്തുന്നതാണെങ്കിലും യഥാർത്ഥ ക്ലൂ വലതുവശത്തുള്ള ആളുടെ അടുത്താണ്. അവന്റെ കസ്റ്റമറുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്നുണ്ട്. അടുത്ത ചലഞ്ച്. ബാത്റൂമിൽ റെഡിയാകുന്നതിനിടെ എന്തോ വലിയ തെറ്റ് സംഭവിച്ചതായി ഭാര്യ കണ്ടുപിടിച്ചു. ചിത്രത്തിൽ എന്താണ് തെറ്റായുള്ളത്? ഭാര്യ കണ്ടുപിടിച്ച പോലെ എത്രയും വേഗം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അവന്റെ ടൂത്ത് ബ്രഷാണ്. കാരണം കണ്ണാടിയിൽ അതിന്റെ കളർ റെഡ് ആണ്, പക്ഷേ അവന്റെ കയ്യിൽ ബ്ലൂ കളറും. അടുത്ത ചലഞ്ച്. ട്രെയിൻ സ്റ്റേഷനിൽ കുറച്ചുപേർ സഹായം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അതിലൊരാൾ കള്ളം പറയുകയാണെന്ന് ഗാർഡിന് മനസ്സിലായി. ആരാണ് പാവപ്പെട്ടവനായി അഭിനയിക്കുന്നത്? നടുവിലുള്ള ആൺകുട്ടിയാണ്. അവൻ ഇട്ടിരിക്കുന്ന ഗോൾഡ് വാച്ച് കണ്ടാൽ അറിയാം അവൻ പാവപ്പെട്ടവനല്ല എന്ന്. ഭിക്ഷ യാചിച്ച കാശ് കൊണ്ടൊന്നും അവൻ ഈ വാച്ച് വാങ്ങിയതാണെന്ന് തോന്നുന്നില്ല. അടുത്ത ചലഞ്ച്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന 3 കുട്ടികളിൽ ഒരാൾ വ്യാജമായി രോഗം അഭിനയിക്കുകയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ആരാണ് കള്ളം പറഞ്ഞത്? മൂന്നാമത്തെ കുട്ടിയാണ്. അവന്റെ ഉടലിൽ ചുവന്ന പാടുകൾ കണ്ടാൽ അസുഖമാണെന്ന് തോന്നുമെങ്കിലും നൈറ്റ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പെയിന്റ് കുപ്പിയിലെ അതേ കളറാണിത്. അവൻ വെറുതെ അഭിനയിക്കുകയാണ്. അടുത്ത ചലഞ്ച്. സ്റ്റുഡിയോയിൽ പുതിയൊരു പെയിന്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേരിൽ ആരാണ് ഇത് വരച്ചത്? കേവലം 5% ആളുകൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ. ഒന്നാമത്തെ ആൺകുട്ടിയാണ്. അവന്റെ പാലറ്റിൽ പെയിന്റിങ്ങിൽ ഉപയോഗിച്ച അതേ കളറുകളുണ്ട്. പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് കളറുകൾ മാത്രമേ മാച്ച് ആകുന്നുള്ളൂ. അടുത്ത ചലഞ്ച്. ജയിൽ ഇടനാഴിയിലൂടെ നടന്നുപോയ 3 തടവുകാരിൽ ഒരാൾ വ്യത്യസ്തനാണെന്ന് ഗാർഡിന് മനസ്സിലായി. ആരാണ് വ്യാജ തടവുകാരൻ? നടുവിലുള്ള ആളാണ് അവൻ. അവന്റെ ബെൽറ്റിൽ ഒരു റേഡിയോ ഉണ്ട്. അവൻ ഒരു അണ്ടർ കവർ പോലീസുകാരനാണ്. അല്ലെങ്കിലും ജയിലിനുള്ളിൽ റേഡിയോ വെക്കാൻ അവൻ ആര്? അടുത്ത ചലഞ്ച്. പാർക്കിൽ വന്നയാളുടെ കൂടെയുള്ള 2 സ്ത്രീകളിൽ ആരാണ് അവന്റെ യഥാർത്ഥ ഭാര്യ എന്ന് പറയാൻ പറ്റുമോ? ഇടതുവശത്തുള്ള സ്ത്രീയാണ്. അവൾ അവന്റെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. 2 പേരും ഒരേപോലെയുള്ള ലോക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അവസാന ചലഞ്ച്. കഫേയിൽ ഇരിക്കുന്ന 3 പേരിൽ ഒരാൾ മനുഷ്യനല്ലെന്ന് വെയിറ്റർക്ക് മനസ്സിലായി. ആരാണ് മനുഷ്യനല്ലാത്തത്? വെയിറ്ററെ അത്രയധികം പേടിപ്പിച്ചത് എന്താണ്? വലതുവശത്തുള്ള ആൺകുട്ടിയാണ്. കണ്ണാടിയിൽ അവന്റെ നിഴലോ പ്രതിഫലനമോ കാണുന്നില്ല. ഏതൊരു മനുഷ്യനും റീഫ്ലക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് അവൻ മനുഷ്യനല്ല. അപ്പോൾ നിങ്ങൾ എത്ര മിസ്റ്ററികൾ സോൾവ് ചെയ്തു? നിങ്ങളുടെ സ്കോർ താഴെ കമന്റിൽ പറയൂ. കൂടുതൽ മിസ്റ്ററി പസിലുകൾക്കായി അടുത്ത ചലഞ്ചിൽ ഇവിടെ കാണാം.